റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ കോട്ടയം ജില്ലയിലൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. കോട്ടയത്തെ കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും LDFിനോടൊപ്പമാണ് നിന്നത്, താങ്ക്സ് ടു കേരള കോൺഗ്രസ് പാർട്ടി. ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. UDF പ്രതീക്ഷിക്കുന്നത് 9ഉം UDFിന്റെ കോട്ടയിൽ അവർ തൂത്തുവാരുമെന്നാണ്. പക്ഷേ അതിന് ഏറ്റുമാനൂർ കടന്നു പോകണം. ഈ സർക്കാരിലെ നയതന്ത്രജ്ഞനാണ് VN വാസവൻ. പ്രേക്ഷകർക്കറിയാം, തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് MLA. ഏറ്റുമാനൂരിന്റെ ചരിത്രം വളരെ രസകരമാണ്. ഏറ്റുമാനൂരിൽ അധികമൊന്നും CPM-കാർ വിജയം കണ്ടിട്ടില്ല. വൈക്കം വിശ്വൻ, സുരേഷ് കുറുപ്പ്, VN വാസവൻ, അതിനുമപ്പുറം തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസും ഒക്കെ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 49 വർഷത്തിനു ശേഷം കോൺഗ്രസ് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതാണ് UDFിന് പ്രതീക്ഷ നൽകുന്നത്. അതും DCC പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു, നാട്ടകം സുരേഷിനെ. നമുക്കിപ്പം VN വാസവൻ ചേരുന്നു തത്സമയം. വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. ഒരാശങ്കയുണ്ടോ, ആനന്ദമാണോ മുഖത്ത്? ആണ്. ഞാൻ അങ്ങേ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചൊരു ചോദ്യമുണ്ട്. അങ്ങ് തുറമുഖ വകുപ്പിന്റെ മന്ത്രിയാണ്, സഹകരണ വകുപ്പിന്റെ മന്ത്രിയാണ്, ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാണ്. തുറമുഖ വകുപ്പ് നിശ്ചയമായും അങ്ങേക്ക് ആനന്ദം നൽകും. കാര്യം വിഴിഞ്ഞം പോർട്ട് കേരളത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെട്ടു. എന്നാൽ സഹകരണത്തിലും ദേവസ്വം ബോർഡിലും അതേ ആനന്ദം താങ്കൾക്ക് കിട്ടിയിരുന്നോ ഈ കാലയളവിൽ? കിട്ടിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹകരണ വകുപ്പിൽ 969-ലുണ്ടായ നിയമം സമഗ്രമായി ഭേദഗതി ചെയ്യാൻ 57 ഭേദഗതിയോടുകൂടി കേരളം മുഴുവൻ നടന്ന് എല്ലാ ജില്ലകളിലെയും അഭിപ്രായങ്ങൾ, സഹകാരികളുടെ, ജീവനക്കാരുടെ, നിയമജ്ഞന്മാരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി ഞങ്ങൾ പോയി ആശയവിനിമയം നടത്തി. അവിടുത്തെ നിയമത്തെക്കുറിച്ച് പഠിച്ച് തിരിച്ചു വന്ന് വീണ്ടും ഉന്നതന്മാരായ നിയമജ്ഞന്മാരും എല്ലാമായി ചർച്ച ചെയ്തതിനു ശേഷം കേരള നിയമസഭ 15ാം കേരള നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് പാസ്സാക്കിയ അപൂർവം നിയമങ്ങളിലൊന്ന് ഞാൻ കൊണ്ടുവന്ന സഹകരണ ഭേദഗതി ബില്ലാണ്. 57 ഭേദഗതി. യെസ്, ഞാൻ അതിലേക്ക് വരാം. കരുവണ്ണൂർ വന്നതാണ് ഇതിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ കരുവണ്ണൂർ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഈ നിയമ ഭേദഗതി ഇടപെടലും കൊണ്ട് അവർക്ക് ഞങ്ങളിപ്പോൾ തന്നെ 170-ൽ പരം കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തൊരു ബാങ്കായി അത് മാറി. അപ്പോൾ ഒന്ന് ആലോചിക്കണം, തകർന്നു പോയി നിക്ഷേപകർക്ക് ഒരു പൈസയും കിട്ടുകയില്ലെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ച ആ വിഷയം ക്യാമ്പയിൻ ചെയ്ത് പലരും മാധ്യമങ്ങളെല്ലാം ക്യാമ്പയിൻ ചെയ്തു കൊടുത്ത് ഇത്രയും പണം നിക്ഷേപകർക്ക് മടക്കി കൊടുക്കാൻ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു എന്നത് ആ മേഖലയിൽ നമ്മളെടുത്ത നിലപാടിൻ്റെയും ഒപ്പം അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി സ്വീകരിച്ച നടപടിയുടെയും ഭാഗമാണ്. ഇതിപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നാട്ടകം സുരേഷ് ഇന്നും പ്രസംഗിക്കുന്ന ഞാൻ ഈ സഹകരണത്തിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. സഹകരണത്തിന് നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയ വേറൊരു അംഗീകാരം, ഒന്ന് UNCC വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ലോകത്തെ 2ാമത്തെ സഹകരണ സംഘമായി തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ഏഷ്യ പസഫിക് ഉച്ചകോടി ജോർദാനിൽ വെച്ച് നടന്നു. ജോർദാനിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് ഉച്ചകോടിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു അംഗത്വമാണ് അതിലുള്ളത്. അവർ ഇന്ത്യയിൽ സഹകരണ മന്ത്രി അമിത്ഷായെ ക്ഷണിച്ച കൂട്ടത്തിൽ സഹകരണ പ്രസ്ഥാനം ഏറ്റവും ഗംഭീരമായി വളർന്ന കേരളത്തെ കൂടി ക്ഷണിച്ചു. ഒരു സംസ്ഥാനത്തെ ക്ഷണിച്ചത് അത് കേരളത്തെ ക്ഷണിച്ച് കിട്ടിയ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വരാം. ആ അംഗീകാരം കിട്ടി എന്ന് മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ ഒരു അനുഭവം, ഞങ്ങളൊരു ലഘുരയൊക്കെ ആയിട്ടാണ് കേരളത്തിൽ സഹകരണം. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയൊക്കെ അവതരിപ്പിച്ചു, നമ്മുടെയും കയറി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയെന്ന് മാത്രമല്ല, അമിത്ഷാ വരാതിരുന്നത് കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ഉച്ചകോടി, ജോർദാൻ ഉച്ചകോടി. അപ്പോൾ നമ്മുടെ സഹകരണം ജോർദാനിലും ലോക രാജ്യങ്ങളുടെ മുന്നിലും അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ അംഗീകാരം ഇറാൻ്റെ മന്ത്രി അന്ന് തന്നെ കയറി വന്നൊരു പ്രത്യേക മെഡൽ എനിക്ക് തന്നു. അവരവതരിപ്പിച്ചേക്കാൾ കൂടുതൽ വിഷയം നമ്മുടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഗംഭീരമായിരിക്കും. നമ്മുടെ ആയിരുന്നില്ല, നല്ല രൂപത്തിൽ അത് കൊണ്ടുപോയെന്ന് മാത്രമല്ല, നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ. ശരി, ദേവസ്വം വകുപ്പിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടകം സുരേഷും പ്രതിപക്ഷവും ഈ മണ്ഡലത്തിലടക്കം അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, കടകംപള്ളി സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നു. അങ്ങേക്ക് ഇതിന് തൃപ്തികരമായ വിശദീകരണം കൊടുത്ത് വോട്ടർമാരുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു ഈ വേളയിൽ? നിശ്ചയമായും അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. 2019 നടന്ന കൊള്ള 2024 അവസാനം മാത്രം മന്ത്രിയായ ഞാൻ 25 കൃത്യമായി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നാണ് ഇത് പിടിക്കാനുള്ള അവസരം കിട്ടിയത്. അല്ല, ഇത് ഇപ്പോഴും വെളി വരുമായിരുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കൊള്ളക്കാരൻ 2025 സെപ്റ്റംബർ 17 അവിടുത്തെ ഈ പീഠം കാണാനില്ല എന്ന് ഒരു ചാനൽ അഭിമുഖം കൊടുക്കും. 19-ാം തീയതി ഇവിടെ സതീശൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടിരുന്നു. അന്വേഷണത്തിന് കോടതി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയപ്പോൾ വിജിലൻസ്
28-ാം തീയതി, അതായത് സെപ്റ്റംബർ 28 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കും. അപ്പോൾ ഇത് കൈവശം വെച്ച് ഒളിപ്പിച്ച് വെച്ച് മോട്ടിച്ചുകൊണ്ട് തന്നെ കാണാനില്ലെന്ന് പറഞ്ഞിപ്പിച്ച് നമ്മളെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ച നീക്കം തിരിച്ച് അവർക്ക് തന്നെ സ്വയം കുഴികുത്തി വീഴുകയും ആ രൂപത്തിൽ വന്നതിനെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ബാക്കി വെളിയിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ ദേവസ്വം വകുപ്പ് ഹൈക്കോടതിക്ക് എഴുതി കൊടുത്തു. ഹൈക്കോടതിയോട് പറഞ്ഞത് ഒന്നുകിൽ നമ്മുടെ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിൻ്റെ SIT, അതല്ലെങ്കിൽ നമ്മുടെ ലോ ആൻഡ് ഓർഡറിലെ SIT, അതല്ലെങ്കിൽ നമ്മുടെ വിജിലൻസ് SIT, ഏതെങ്കിലും SITയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതിയുടെ മേൽനോട്ടം വേണമെന്ന് പറഞ്ഞു. കൃത്യമായി കോടതി അംഗീകരിച്ചു. SIT വെച്ചു. നല്ല അന്വേഷണം നടന്നു. കൊള്ളക്കാരെല്ലാം പിടിച്ച് നമുക്ക് ജയിലിടാൻ കഴിഞ്ഞു. പക്ഷെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും വാസുവിനെ അറസ്റ്റ് ചെയ്തതും ഒരു തിരിച്ചടിയായി. അല്ല, ആ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാരും ഈ യൂണിയന്റെ ഭാരവാഹികളല്ലേ മറ്റേ. പക്ഷേ എപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. അത്രയും പൊളിറ്റിക്കൽ പ്രൊഫൈലുള്ള ഒരാൾ CPM-ൽ നിന്ന് അകത്ത് പോയിട്ട് അല്ല, അയാൾ കൃത്യമായി ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്ന വാചകം അന്നും ഇന്നും ആ വാചകം റിപ്പീറ്റ് ചെയ്യാം. X or Y ആരാണ് കുറ്റക്കാരെങ്കിലും, അത് ജില്ലാ കമ്മിറ്റി ആയാലും ഏരിയ കമ്മിറ്റി ആയാലും ഏത് കമ്മിറ്റി ആയാലും അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഗവൺമെന്റ്. ഓരോ തിരിച്ചടി കാരണം കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങളെ നല്ല വിശ്വാസമാണ്. അത് കൃത്യമായി നന്നായി അതെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണ വിശ്വാസം. ഈ രംഗത്ത് കൃത്യമായി പ്രതികളെ പിടിക്കാനും അവരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരാനും കൽത്തുറങ്കലടയ്ക്കാനും ഒപ്പം പൊന്നയ്യപ്പന് കൊടുക്കാനും കഴിഞ്ഞു എന്നത് ഈ കാലഘട്ടത്തിൽ അഭിമാനകരമായ ഒരു കാര്യവും ആനന്ദം നൽകുന്നു. 9 മണ്ഡലങ്ങളും ഇക്കുറി തിരിച്ചു പിടിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. നേരത്തെ ചാണ്ടിയുമ്മനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് 9-0 മെയ് 4-ാം തീയതി വരുമ്പോൾ കോട്ടയത്തിന്റെ റിസൾട്ട് എന്നാണ്. നേരെ തിരിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 9-ാം തീയതി റിസൾട്ട് വരുമ്പോഴേക്ക് ഈ പറഞ്ഞവരൊക്കെ തിരുത്തി പറയേണ്ടി വരും. ഞങ്ങളിപ്പം നിലവിൽ 9-ൽ 5 പിടിച്ചിട്ടുണ്ട്. 9 പിടിക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങിയിട്ടുള്ളത്. അതിൽ വിജയം കാണും എന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾക്ക്. സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. അത് ഈ മണ്ഡലത്തിൽ വീശാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ലെന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ നിന്ന് പോലും പോയ സ്ക്വാഡെല്ലാം പറയുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമാണ് ഈ ഗവൺമെൻറ്. അത് എണ്ണി അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഏറ്റവും അവസാനം അവർക്ക് കിട്ടിയിട്ടുള്ള പെൻഷൻ, ഏറ്റവും വലിയ സ്ത്രീ സുരക്ഷ, ആ പദ്ധതി ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരികയാണ്. അതുപോലെ ചെറുപ്പക്കാരുടെ സ്കോളർഷിപ്പ്, ഇതെല്ലാം വരുമ്പോഴേക്ക് വീടുകളിലേക്ക് പണം ഒഴുകിയെത്തുന്നു. അവരുടെ ജീവിതം സുഭിക്ഷമാണ്, ഒരു കുടിശ്ശികയില്ല. ഒപ്പം നാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത അധ്യയന വർഷത്തിൽ കൊടുക്കേണ്ട പാഠപുസ്തകം ഈ പ്രാവശ്യം സ്കൂളിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രേവന്ത് റെഡ്ഡി പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നാണ്. രേവന്ത് റെഡ്ഡി അത് അവരുടെ രാഷ്ട്രീയമാണ് ആ വിഷയം. ആ തികഞ്ഞ രാഷ്ട്രീയ കാര്യമാണ് പറയുന്നത്. അവർക്ക് കേരളത്തിൽ ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ലെന്ന്. പക്ഷേ തെലങ്കാന മോഡൽ ഇവിടെ പരീക്ഷിക്കുകയാണ്. KSRTCയിൽ സൗജന്യ യാത്ര, 3000 രൂപ പെൻഷൻ, സ്ത്രീ സുരക്ഷ. അവിടെയും ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു, കൊടുക്കാൻ കഴിയാതെ 18 മാസം കുടിശ്ശികയാക്കിയവർ ഇവിടെ ഇനി 3000 കൊടുക്കുമെന്ന് പറഞ്ഞ ആൾ വിശ്വസിക്കുമോ? മാത്രമല്ല, ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ പറഞ്ഞത് കൈക്കൂലിയാണെന്നല്ല ലംബൂർ ഇലക്ഷൻ സമയം പെൻഷൻ ഇങ്ങനെ പറഞ്ഞവർ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൽ നമ്മൾ വിഷമിച്ച എത്രയോ ആളുകൾ 600 രൂപ പെൻഷൻ കിട്ടാതെ 18 മാസം കുടിശ്ശികിട്ടിട്ട് പിന്നീട് പിണറായി സർക്കാർ വന്നതിന് ശേഷമല്ലേ നമ്മളിത് കൊടുത്തത്. ഇത് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവരുടെ ഈ തരത്തിലുള്ള ഈ ഡിമാൻഡ് അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഒന്നും വിശ്വസിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ മഹാഭാരതത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉണ്ടായിരുന്ന കേട്ടത് അവർ മാറിയപ്പോൾ ഈ മുഴുവൻ സംസ്ഥാനവും കോൺഗ്രസിനെ ഏൽപ്പിച്ചതാണ് ഭരണം, ഇല്ലേ? ആ ഭരിച്ച് ഇപ്പോൾ ഇവിടെ എത്തി 19 വർഷമായപ്പോഴേക്ക് കുളിപ്പിച്ച് കൊച്ചില്ലെന്ന പോയിട്ട് ഇതിലായില്ലേ കോൺഗ്രസ്? എന്തുകൊണ്ടാണ് അവരാലോചിക്കണ്ടേ? അവരുടെ കയ്യിലിരിപ്പതല്ലേ? നമ്മളെ കുഴപ്പമാണോ? ശരി, ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നാൽ 2014 BDJS 27,000 വോട്ട് കിട്ടി. ഇന്നിപ്പോൾ അവിടെ മത്സരിക്കുന്നത് കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയല്ല, അവർ നിർത്തിയിരിക്കുന്നത് 2020-ക്കാണ്. ഈ ഏറ്റുമാനൂർ മണ്ഡലത്തെ കൂടി ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം പറയുന്നത് അങ്ങേക്ക് BJPയുടെ വോട്ട് വാങ്ങാനുള്ള ഒരു ഡീലുണ്ട്. ഒരു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീല് മറച്ചു പിടിക്കാൻ വേണ്ടി ഉത്സവപ്പറമ്പിലെ കള്ളനെ പോലെയാണ് അവരിപ്പോൾ ഈ ഡീലിൻ്റെ കാര്യം പറയുന്നത്. അവർ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഏറ്റുമാനൂർ മണ്ഡലം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കഴിയാവുന്നത്ര ഡീലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിൽ തന്നെ കടുത്തുരുത്തി മണ്ഡലത്തിൽ, പാലായിലും ഒക്കെ ഡീൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, കോലീബി സഖ്യം ഉണ്ടാക്കിയതാരാ. ഇപ്പോഴും കോൺഗ്രസും BJP ആയിട്ട് പല രൂപത്തിലുള്ള ബന്ധങ്ങളുമായിട്ടല്ലേ അവർ മുന്നോട്ട് പോകുന്നത്. സതീശനിലെ ഗുരുജി ഗോൾവോൾക്കറുടെ മുമ്പിൽ തിരുവെളുത്താൻ പോയ ആൾ
അത് വിളക്ക് താഴെ വെച്ചത് കൊണ്ടൊന്ന് കുരിഞ്ഞു കൊളുത്തിയെന്നേ ഉള്ളൂ. അല്ല, അത് ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിലാണെന്നുള്ള കാര്യം മറന്നില്ലല്ലോ. അതാ വിളക്കിന്റെ പുറകുവശത്തായി പോയി എന്നാണ് ഈ ഗുരുജി ഗോൾവൽക്കറുടെ ആശയം തന്നെ എടുത്താൽ മതി. ബഞ്ച് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 20-ാം ചാപ്റ്ററിൽ 3 കാര്യം പറയുന്നുണ്ട്. ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് 3 തടസ്സമുണ്ട്. ആ 3 തടസ്സത്തിൽ ഒന്ന് നമ്പർ 1 ഇസ്ലാം, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 ആഭ്യന്തര കമ്മ്യൂണിസ്റ്റ് എന്ന് എഴുതി വെച്ച ആളാണ് ഗുരുജി ഗോൾവൽക്കർ. ആ ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിലാണ് സതീശൻ പോയി വിളക്ക് കൊളുത്തിയത്. അപ്പോൾ ഈ രാജ്യത്ത് മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആശയപരമായി ആയുധമണിയിക്കാൻ ആളുകളുടെ മുമ്പിൽ അവതരിച്ച ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിൽ ഒരു തിരികൊളുത്തിയ ഒരു ഹിന്ദു മൃദു ഹിന്ദുത്വവാദിയാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? നിശ്ചയമായും വി ഡി സതീശൻ അദ്ദേഹം പക്ഷെ ഒരു സമുദായത്തിന്റെ തിണ്ണനിറങ്ങാൻ പോകാത്ത നേതാവാണ്. അത് എപ്പോഴും സുമാരനായാലും മറുപടി പറഞ്ഞല്ലോ അതിന്. അദ്ദേഹം നല്ല ഭംഗിയായിട്ട് അതിന് മറുപടി പറഞ്ഞു. NSSന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി. താങ്കൾ ആരോപിക്കുന്നത് വി ഡി സതീശൻ ഒരു മൃദു ഹിന്ദുത്വവാദിയാണ് എന്നാണ്? നിശ്ചയമായും അദ്ദേഹം മൃദു ഹിന്ദുത്വവാദിയാണ്. അവസരവാദം, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റാണ്. അവസരവാദം അത് തന്നെ. ആ അവസരവാദം ഞാൻ 3-4 കാര്യം ചൂണ്ടിക്കാണിക്കാം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ പോകില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വേറെ പോയ സ്ഥലങ്ങൾ പറയണോ? ഈ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ, എൻ്റെ തിന്നെ വന്ന് 1.5 മണിക്കൂർ കിടന്നതിന് ശേഷം ഞാനിവിടെ നാളെ അയച്ച് മുഴുവൻ ഈ കരയവും ഭാരവാഹികളും പറഞ്ഞതിന് ശേഷമാണ് അവൻ ജയിച്ചത്. അവനാണ് ഓപ്പോസിഷൻ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ മീഡിയയുടെ മുമ്പിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്ത് ജയിച്ച ഒരാൾ ഒരു പൊസിഷനിൽ വന്നപ്പോഴേ ഞാൻ കണ്ട സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് എത്രയോ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് ചില ബിഷപ്പന്മാരുടെ അടുക്കൽ, സമുദായ നേതാക്കന്മാരുടെ അടുക്കൽ അദ്ദേഹം പോയതിൻ്റെ ചിത്രങ്ങൾ സഹിതം എണ്ണി പറയാറുണ്ട്. അപ്പോൾ പറയുന്നതും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധമില്ലാത്ത രൂപത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് മാറിയിട്ടുള്ളത്. അതാണ് എത്രയോ കാര്യങ്ങൾ. അസംബ്ലി പോലും അദ്ദേഹം പല ഘട്ടങ്ങളിൽ മാപ്പ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് പോകുന്നു. അങ്ങനെ പറയാൻ പാടില്ല. ഒന്ന്, പ്രതിപക്ഷ നേതാവിനുള്ള ഏറ്റവും വലിയ കുഴപ്പം, ഒന്ന്, കേരളം കണ്ട പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളിൻ്റെ പോലും യോഗ്യതയില്ലാത്ത രൂപത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പഠിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ കഴിവൊന്നും ഞാൻ നിഷേധിക്കില്ല. പക്ഷേ സമയത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ ആയിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവ് പ്രശ്നത്തെ സമീപിക്കുക. അത് നിങ്ങളെ ഇത്രയും അധികം ബുദ്ധിമുട്ടിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്? ഒന്നല്ലല്ല, ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടിച്ചു? ഒരു ബുദ്ധിമുട്ടിക്കലും. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലാണ് സംവാദം എന്ന് പറയുന്നത്. അല്ല, അത് അവർ തമ്മിലുള്ളത്. ഞാൻ പറഞ്ഞ അസംബ്ലിയിൽ അനുഭവപ്പെട്ട കാര്യം ഞാൻ അസംബ്ലി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചോളം ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവേണ്ടത് തികഞ്ഞ സംയമനം, സമയത്തത, സഹിഷ്ണുത എന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് മീഡിയയോടായിരുന്നാലും ശരി, എതിരാളികളോടായിരുന്നാലും ശരി, കൂടെ ഉള്ളവരോടായിരുന്നാലും ശരി, അത് എടുക്കുന്ന സമീപനം ഒരു ലീഡർഷിപ്പിൻ്റെ പക്വതയോ ആ രൂപത്തിലുള്ള നിലപാടോ അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ. ശരി, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുമ്പോഴാണ് FCRI വരുന്നത്. ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിലടക്കം കോട്ടയത്തടക്കം സഭകളുടെ നിലപാട് വളരെ നിർണായകമാണ്. FCRIയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരു പടി കൂടി മുന്നിൽ കിടന്ന് വലിയ പ്രതിഷേധവുമായി പാർലമെന്റിലെത്തുന്നു. ഈ വോട്ടുകളിൽ കോൺഗ്രസിലേക്ക് ഏകീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒന്നുമില്ല. അവർക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായവും നിലപാടും ഉള്ളവരാണ് ഈ പറയുന്ന സഭകളെല്ലാം. ഇപ്പോൾ FCRI വന്നിരിക്കുന്നത് കേന്ദ്രത്തിനെതിരായിട്ട് കൃത്യമായി മുഖ്യമന്ത്രിയാണ് ആദ്യം കത്തയച്ചത്. കേരള ഗവൺമെൻറ് അഭിപ്രായം പറഞ്ഞു, അതുപോലെ CPIഎമ്മിൻ്റെ അഭിപ്രായം പറഞ്ഞു, LDFൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം അന്ന് തന്നെ രേഖപ്പെടുത്തി മീഡിയയ്ക്കെല്ലാം ഇത് കൊടുത്തിരുന്നു. അപ്പോൾ FCRIയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിൽ പ്രതിപക്ഷത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്നത്. അതൊരു ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള നിയമ ഭേദഗതിയാണ്. നിശ്ചയമായും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ളൊരു നീക്കമാണ്. പല രംഗത്തവരെടുത്തതിന് വന്നതിൻ്റെ അവസാന രൂപമാണ് ഇപ്പോൾ കാണുന്നത്. ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് എത്രയോ നിയമങ്ങൾ ഇപ്പോൾ അവർ കൊണ്ടുവന്നു. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഭരണഘടനാ ശില്പികൾ കണ്ട ഭരണഘടനയെ പരിപാവനമായി കണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നു. അവർ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതം, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ സ്ഥിതി സമത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കണമെന്ന കാഴ്ചപ്പാട് മതനിരപേക്ഷത ഇവർ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മതനിരപേക്ഷ ലിഫ്റ്റ് ചെയ്ത പോയില്ലേ നമ്മുടെ ഭരണഘടനയുടെ. ശരി, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ആ പാട്ട് ഏറ്റെടുക്കുകയാണ്. സ്വർണ്ണവും ആരാണ് കടത്തിയത്, ആരപ്പ എന്ന് പാട്ട് പാടും. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ CM പറഞ്ഞ പോലെ അവിടെ ചോദിച്ചതിന് മറുപടി കിട്ടും. നമ്മൾ 2 ചിത്രം കണ്ടു. ഒന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ കാപ്പ് കെട്ടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളം പോറ്റി. 2, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ സ്വർണം വാങ്ങിയ ഗോവർദ്ധനും അതുപോലെ തന്നെ പോറ്റിയും 2 MP ഉൾപ്പെടെ മെമ്മൻറ്റോ കൊടുക്കുന്നു.
ഒരു വലിയ രൂപത്തിൽ മെമ്മൻ്റോ കൊടുക്കുന്നു. ഈ രണ്ട് പടം നിങ്ങളും പ്രദർശിപ്പിച്ചു, നാട്ടിലെല്ലാവരും പ്രദർശിപ്പിച്ചു, വസ്തുതയല്ലേ? അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ആ രാഹുൽ ഗാന്ധി മിനിമം വീട്ടിൽ ചോദിച്ചാൽ, അതായത് ഇസഡ് കാറ്റഗറിയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ കെ കരുണാകരന് കിട്ടാതിരുന്ന പെർമിഷൻ ഇവിടെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനം കിട്ടിയെന്ന് ഒന്ന് മറുപടി പറയണമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനും രാഹുൽ ഗാന്ധിയും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ആരാ കയറ്റിയെന്ന്, വീട്ടിൽ ഇത് ആരാ കയറ്റിയെന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞാൽ മതി. ശരി, ഈഴവ വോട്ടുകൾ നിർണായകമാണ്. കോൺഗ്രസിൻ്റെതാണെങ്കിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്നൊരു വിമർശനം ഇതിനകം തന്നെ കോർണറുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. 17 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ആ ഭാഗത്തുള്ളത്. ആ വോട്ടുകൾ കഴിഞ്ഞ തവണ BJP-യിലേക്ക് പലരും പോയിരുന്നു എന്നുള്ളതാണ്. CPM-ൻ്റെ അടക്കം പോയിരുന്നു എന്ന വിലയിരുത്തലുണ്ട്. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ സമുദായാംഗങ്ങളുടെ പിന്തുണ, അത് ഈഴവ വോട്ടുകൾ മാത്രമല്ല, NSS-ൻ്റെ ആണെങ്കിലും ശരി, ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ളതാണെങ്കിലും ശരി, വോട്ടുകൾ LDF-ലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. നിശ്ചയമായും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രീയമാണ്. ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പോയതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്ക് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയത്. ഇത് നന്നായി എല്ലാ സമുദായങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ആശങ്കയില്ല. അത് ഏത് രൂപത്തിൽ ഷിഫ്റ്റ് ചെയ്തു വരും നിങ്ങൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രംഗത്ത് ഞങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ വിജയം കാണുന്ന രൂപമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ സഭാ സമുദായ നേതാക്കളുമായിട്ട് ഈ കെമിസ്ട്രി ഇത്ര എളുപ്പം സാധ്യമാവുന്നത്? എല്ലാ അതായത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞങ്ങളെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, ട്രംപിന് വേണമെങ്കിൽ BN വാസവനെ ആ ഇറാനിലേക്ക് അയച്ചാൽ പ്രശ്നം പരിഹരിച്ചു കിട്ടും. അതിലൊരു കാര്യം, നമ്മളെല്ലായ്പ്പോഴും ഒരു പൊതുപ്രവർത്തകൻ മിനിമം പാലിക്കേണ്ട പക്വത എല്ലാ വിഷയത്തിലും ഉണ്ടാവണം. ഞാനത് പറയുന്നത്. 2, നമ്മൾ മിതത്വം പാലിക്കണം എല്ലായ്പ്പോഴും. 3, നമ്മളൊരു ആരെയും സമീപിക്കുമ്പോൾ ആ സമീപിക്കുന്ന ആളുകളെ അർഹിക്കുന്ന രൂപത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മൾ ചില ആളുകളെ ഈ മോശമാക്കിയോ, ചിലത് എത്ര ചെറുതായിരുന്നാലും വലുതായിരുന്നാലും, ഇപ്പോൾ ഏറ്റവും ചെറിയ സമുദായം ഉണ്ടാവും, ചെറിയ അംഗങ്ങൾ മാത്രമല്ല, അവർ പോലും വന്നാൽ അവർ ലീഡർഷിപ്പ് ആണെങ്കിൽ ആ കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുത്തിരിക്കുക. പിന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം എന്താണെന്ന് നമ്മുടെ മുമ്പിൽ വന്നാൽ കൃത്യമായി അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ, അത് ന്യായമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളല്ലാത്തൊരു ഇതിലേക്കല്ല. അത് ഒരിക്കലും ഇവരെല്ലാമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും നല്ല സൗഹൃദം, ശരി, മറ്റു രൂപത്തിലുള്ള പിണക്കങ്ങളുള്ളപ്പോഴും ഞാൻ വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിച്ചിരുന്നു. ഒരു കാര്യം കൂടി ചോദിക്കും, 2021 കിട്ടിയ 14,000-ന്റെ ഭൂരിപക്ഷം ഇക്കുറി കൈയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ചിഹ്നം 49 വർഷത്തിന് ശേഷം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാനിറങ്ങിയ ഭൂരിപക്ഷം കൂടുമോ, ഭൂരിപക്ഷം കുറയുമോ? ഭൂരിപക്ഷം കൂടും. എന്തുകൊണ്ട്? ഞാൻ ചെയ്ത വികസന പ്രവർത്തനം ഞാൻ കൃത്യമായി അത് നിങ്ങളൊന്ന് പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ ഒരു MLA ചെയ്യാത്തൊരു പണി ഞാൻ ചെയ്തു. ഞാൻ ആദ്യം ജയിച്ചപ്പോൾ തന്നെ 2025 ജൂലൈ 27 MG യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചു. പൗരപ്രമുഖരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളെ മുഴുവൻ വിളിച്ചു. അത് ഉദ്ഘാടനം ചെയ്തത് ജസ്റ്റിസ് KT തോമസാണ്. VC ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാരുൾപ്പെടെ ഒട്ടേറെ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് എൻ്റെ വിഷൻ ഞാൻ അവതരിപ്പിച്ചു, ജനങ്ങളുടെ വിഷൻ ഞാൻ സ്വീകരിച്ചു. രണ്ടും കൂട്ടിച്ചേർത്തൊരു പ്രോജക്റ്റ് ഉണ്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് 1 by 1 ഞാൻ നടപ്പാക്കും. ആദ്യത്തെ 2 വർഷത്തിനുള്ള റിവ്യൂ ഉണ്ടാവും. കൃത്യം 2023 ജൂലൈ 27 പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് റിവ്യൂ നടത്തി. ഇവരെ തന്നെ എല്ലാം വിളിച്ചു. 80% കാര്യങ്ങളോടെ നടപ്പായി. വീണ്ടും ഞാൻ പറഞ്ഞു, 2.5 വർഷം കൂടി കഴിഞ്ഞ് 4.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൽ ഒരു MLA 2026 ജനുവരി 15 തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഏകയാളെ ഞാനാണ്. അതിൽ 4,200 കോടി രൂപയുടെ വികസന പ്രവർത്തനം അക്കയിട്ട് ഏത് പ്രോജക്റ്റ് എപ്പോൾ തുടങ്ങി, എസ്റ്റിമേറ്റ് എത്ര, പ്ലാൻ എത്ര തുകയായി, എന്ന് തുടങ്ങി, എന്ന് അവസാനിച്ചു എന്നുൾപ്പെടെ, അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ആർക്കെല്ലാം കൊടുത്തിരിക്കും, ഇതെല്ലാം ഉൾപ്പെടെ മുഴുവൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന് വരാതിരിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി QR കോഡ് ഉണ്ടാക്കി മൊബൈലിൽ കൂടി സ്കാൻ ചെയ്ത് കിട്ടാനുള്ള അവസരവും കൂടെ ഉണ്ടാക്കിയ കേരളത്തിലെ ഏക MLA ഞാൻ. ആ കോൺഫിഡൻസിലാണ് മത്സരത്തിൽ ഇറങ്ങുന്നത്. ഓൾ ദി ബെസ്റ്റ് VN വാസവൻ. ഗംഭീരമായ പ്രകടനമാവട്ടെ, ഗംഭീരമായ മത്സരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ജോയിനിങ് us. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇലക്ഷൻ എക്സ്പ്രസ് യാത്ര തുടരുന്നത് കോട്ടയം ജില്ലയിലൂടെയാണ്. കനത്ത പോരാട്ടമാണ്. തിരിച്ചുപിടിക്കാൻ UDF, നിലനിർത്താൻ LDF.